السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسول الله وآله وصحبه وعترته ومن والاه وبعد. വളരെ ആദരണീയരായ പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, ഉമറാക്കളെ, വിദ്യാർത്ഥികളെ, സഹൃദയരെ, മഹാനായ മാണിയൂർ ഉസ്താദിനോടുള്ള കടപ്പാട് പുലർത്തുന്നതിന് വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അജണ്ടകളൊന്നുമില്ലാതെ ഉസ്താദിനോടുള്ള ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. മരിച്ച ആളുകളോട്, വിശിഷ്യ മഹാന്മാരോട്, അതിലേറെ പണ്ഡിതന്മാരോട് നമുക്ക് വലിയ കടപ്പാടുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഒത്തുകൂടുക എന്നത് ആ കടപ്പാടിന്റെ നിർവഹണമാണ്. ഇവിടെ നടക്കേണ്ടത് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ മൺമറഞ്ഞ മഹാന്മാരുടെ നന്മകൾ പറയുക, ഓർക്കുക, അത് പരസ്പരം ഷെയർ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യമാണ്. ഉദ്കുറു മഹാസിന മൗതാക്കും. മാണിയൂർ ഉസ്താദിന്റെ ജീവിതം നാട്ടുകാരായ നിങ്ങളെ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന സദസ്സിൽ പലരുടെയും അറിവിൽ, അനുഭവത്തിൽ ഉള്ള കാര്യങ്ങളാണ്. ഏതാണ്ട് നീണ്ട സമയത്തെ വിദ്യാഭ്യാസ പ്രവർത്തന ബന്ധം വിനീതനായ എനിക്കും സഹപ്രവർത്തകർക്കും ഉസ്താദിന്റെ ഒപ്പം ഉണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാര്യം നമ്മെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസ. പണ്ഡിതനാവുക, പഠിച്ചവനാവുക, അല്ലെങ്കിൽ പഠിക്കുന്നവൻ വിദ്യാർത്ഥിയാവുക, അല്ലെങ്കിൽ പിന്നെ കേൾക്കുന്നവനും ശ്രദ്ധിക്കുന്നവനും ആവുക. അപ്പൊ വിദ്യാർത്ഥിയാവുക, പണ്ഡിതനാവുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഈ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് പോലെ ചില സാങ്കേതികത്വങ്ങൾ അതിനുണ്ട്. അത് മുൻനിർത്തി തന്നെയാണ് നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് കേൾക്കുന്നവൻ പണ്ഡിതൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി, ഈ രണ്ട് കാറ്റഗറിയിലും സാങ്കേതികമായി വരുന്നില്ല. കേൾക്കുന്നവനാവുക, ശ്രദ്ധിക്കുന്നവനാവുക. എന്തിനാ കേൾക്കുന്നത്, എന്തിനാ ശ്രദ്ധിക്കുന്നത്? ജീവിതത്തിൽ പകർത്താൻ. ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ നാലാമത് ഇഷ്ടപ്പെടുന്നവനാവുക. വിദ്യാർത്ഥികളെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ, വിദ്യാഭ്യാസത്തിന്റെ വഴിയിൽ ജീവിക്കുന്നവരെ ഒക്കെ ഇഷ്ടപ്പെടുന്നവനാവുക. അത് 4. പിന്നെ 5-മത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു, വലാ തകുൻ ഖാമിസ, 5-മനാകരുത്. ഈ 4 ആകാതിരിക്കുക ആകാം, പക്ഷെ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു 5-മത് ഒരു ടീം, ഒരു കൂട്ടർ ആകാൻ പാടില്ല. ഈ ഉമ്മത്ത് തുടങ്ങുന്നത് തന്നെ വിദ്യാഭ്യാസത്തിലാണ്. ഇത്ര നമ്മളെപ്പോഴും അതിലൊക്കെ കേൾക്കുന്നതാണ്. അള്ളാന്റെ പേര് പറയുന്നതിന് മുമ്പ് ഇഖ്റ ആണ് പറഞ്ഞത്. ബിസ്മി റബ്ബിക ഇഖ്റ എന്ന് പറയാം, അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക, പഠിക്കുക. പക്ഷെ പറഞ്ഞത് അങ്ങനല്ല, ഇഖ്റ ബിസ്മി റബ്ബിക. വായനക്കും പഠനത്തിനും എത്ര വലിയ പ്രാധാന്യമാണ്. നമ്മൾ അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറയും. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അള്ളാഹുവിനെ വളരെ സൂക്ഷിച്ച് നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്ന ആളുകൾ, അവർ മാത്രമാണ് ഔലിയാക്കൾ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. എങ്ങനെയാണ് മുത്തഖിയാവുക? എങ്ങനെയാണ് നിയമങ്ങൾ സൂക്ഷിക്കുക? നിയമം അറിഞ്ഞാൽ, പഠിച്ചാൽ. അപ്പോഴും വിദ്യാഭ്യാസം തന്നെയാണ് പറയുന്നത്. അപ്പൊ പണ്ഡിതന്മാരാണ്
നിയമങ്ങളും നിഷ്ഠകളും അറിയുന്നവരാണ് ഔലിയാക്കൾ. നമ്മുടെ യാഥാർത്ഥ്യം കുറെ കുട്ടികളുണ്ടല്ലോ. ഞാൻ എൻ്റെ ചെറിയ ജീവിതത്തിൽ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ ജീവിതത്തിൽ ഈ യാത്രയിൽ കുറച്ചാളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഔലിയാക്കൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൂഫികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിന് ഊന്നൽ നൽകുന്ന ആൾക്കാർ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരെ ഈ കുടുംബത്തിൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ജീവിതത്തിലൂടെ വിളിച്ചു പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ മാണിയൂർ ഉസ്താദ് ആ കൂട്ടത്തിൽ ഒന്നാമത് മാണിയൂർ ഉസ്താദ് തന്നെയാണ്. മാണിയൂർ ഉസ്താദിനെ ഓർക്കുന്നത് കൊണ്ട് പറയല്ല, അതിന്റെ ക്രോണോളജി അനുസരിച്ച് പറയാണ്. ഈ സംവിധാനത്തിൽ CIC അല്ലെങ്കിൽ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അല്ലെങ്കിൽ വഫിയ സംവിധാനം, അന്ന് വഫിയ തുടങ്ങിയിട്ടില്ല, വാഫി മാത്രമാണ് വാഫി സംവിധാനം. ഈ സംവിധാനത്തിൽ ഇപ്പൊ നമ്മള് അള്ളാഹുവിനോട് അടുത്ത ആൾക്കാർ നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും അർഹതയില്ല. പക്ഷെ നമ്മൾ അങ്ങനെ കാണുന്നു. സൂഫികൾ എന്നോ അല്ലെങ്കിൽ അള്ളാന്റെ ഔലിയാക്കൾ ആ ഒരു ഗണത്തിൽ കാണുന്ന ഒന്നാമത്തെ ആള് ഈ കുടുംബത്തിൽ ഔപചാരികമായി കടന്നു വരുന്നത് മാണിയൂർ ഉസ്താദാണ്. മുനവ്വിർ ഈ സംവിധാനത്തോട്, തൃക്കരിപ്പൂരിലെ മുനവ്വിറുൽ ഇസ്ലാം എന്ന് പറയുന്ന വലിയ സ്ഥാപനം ഈ സംവിധാനത്തോട് അഫിലിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ് അത് തുടങ്ങുന്നത്. ആ അഫിലിയേഷൻ കുറെ കാലം നിന്നു. പിന്നെ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകൾ ഉണ്ടായിരുന്നു. ആ കുറവുകൾ പൊതുവെ നാട്ടുകാരും കമ്മിറ്റിയും അറിയുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ അവര് ഉണ്ടായിരുന്ന കെട്ടിടമൊക്കെ പുതുക്കി പണിയാൻ വേണ്ടി സ്വാഭാവികമായിട്ട് പഠനം നിന്നുപോയി. പിന്നെ പഠനമൊക്കെ പൂർത്തിയായി വന്നപ്പോഴത്തേക്ക് അദ്ദേഹം വഫിയ വന്നു. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ, നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ മാണിയൂരിൽ തന്നെ വലിയ സൗകര്യങ്ങളോടുകൂടി, ഏകദേശം വലിയ സൗകര്യങ്ങളോടുകൂടി വഫിയ കോളേജും വന്നു. അപ്പോ അദ്ദേഹം ഈ സംവിധാനത്തിൽ വളരെ ആദ്യം കടന്നു വന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകളാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളെ കാലത്തും ഉണ്ടാവൂല അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. അത് ചില ആളുകളൊക്കെ എങ്കിലും നമ്മൾ അങ്ങനെ തിരിച്ചറിയണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സംവിധാനത്തോട് ആദ്യാവസാനം ചേർന്ന് നിന്ന ഒരു സൂഫി വര്യനായിരുന്നു മഹാനായ മാണിയൂർ ഉസ്താദ് അവർ. മറ്റൊരു ആളായിരുന്നു, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവരുന്നത്. മറ്റൊരാളായിരുന്നു ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഉസ്താദ്. ചെറുവാളൂർ ഐദറൂസ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, ഫൈസിയാണ്, പണ്ഡിതനാണ് അദ്ദേഹം. ഇതിപ്പോ ഇവിടെ കണ്ണൂർ പ്രദേശത്ത് വല്ലാതെ, അദ്ദേഹം വാസ്തവത്തിൽ കണ്ണൂരിൽ ഒതുങ്ങുന്ന ആളല്ല എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ കൂടെ നിന്നത് കണ്ണൂർക്കാരെ മാത്രമൊന്നുമല്ല, കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. എന്നാലും നിങ്ങൾക്ക് കണ്ണൂർക്കാർക്ക് ഇത്ര വലിയ ഒരാളെ കിട്ടിയല്ലോ, അത് വലിയ ഒരു അഭിമാനം തന്നെയാണ്. അതുപോലെയായിരുന്നു ചെറുവാളൂർ ഉസ്താദ് തൃശ്ശൂർ ജില്ലയിൽ. തൃശ്ശൂർ ജില്ലയിൽ വളരെ പറയപ്പെടുകയും ഇതുപോലെ പാണക്കാട്ട തങ്ങന്മാരെ പോലെ ഒക്കെ തന്നെ ഏകദേശം ആളുകളൊക്കെ കാണുകയും പല പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി സമീപിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു വലിയ പണ്ഡിതനും വിദ്യാഭ്യാസ പ്രവർത്തകനുമാണ് ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഉസ്താദ് ആയിരുന്നു. ഇവർ രണ്ടുപേരും ഈ സംവിധാനത്തിന്റെ അടുത്ത ഉയർന്ന തസ്തികകളിൽ ഇരുന്ന ആൾക്കാരാണ്. മാണിയൂർ ഉസ്താദ് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ സംവിധാനമൊക്കെ അങ്ങനെ ചിട്ടപ്പെട്ടു വരുമ്പോ അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിലൊക്കെ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് കണിശമായ ഇൻസ്പെക്ഷൻ നടക്കണം എന്ന് തീരുമാനിച്ചു. അപ്പൊ ആദ്യം മുഫത്തിഷായിട്ട്, അന്ന് മാണിയൂർ ഉസ്താദ് കുറെ കൂടി ആരോഗ്യമൊക്കെ ഉള്ള നല്ല സ്ഥിതിയിലുള്ള സന്ദർഭമാണ്. പിന്നീട് വന്ന അത്ര തിരക്ക് അദ്ദേഹത്തിന് വന്നിട്ടുമില്ല. എന്നാലും അദ്ദേഹം വലിയ ആളാണ്. ആ പദവിക്ക് ചേരുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഈ ഇൻസ്പെക്ഷന്റെ ചുമതല ഏൽപ്പിച്ചു. അത് ഏൽപ്പിച്ചു എന്നല്ല, അദ്ദേഹം അതിന് നടന്നിട്ടൊന്നുമില്ല. പക്ഷെ അത് ആ സ്ഥാനത്തിന്റെ ഒരു വലിപ്പം അത് കണക്കായിട്ട് മഹാനായ മാണിയൂർ ഉസ്താദിനെ പിന്നീട് അദ്ദേഹം വൈകാതെ തന്നെ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ഇതിന്റെ ഞങ്ങളന്ന് റെക്ടർ എന്നാണ് പറയാ, പ്രസിഡന്റ് എന്നർത്ഥം, ആ പദവിയിൽ ഇരിക്കുമ്പോൾ വൈസ് പ്രസിഡന്റായി. കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം അക്കാദമിക് കൗൺസിലിന്റെ ഡയറക്ടറായി. അതിപ്പോ പറയുന്നതിൽ വലിയ കാര്യമുണ്ടോന്ന് അറിഞ്ഞൂടാ. ഒരു ടേമിൽ 2 കൊല്ലാണ് ഒരു ടേം എന്ന് പറഞ്ഞു. അക്കാദമിക് കൗൺസിലിന്റെ ഡയറക്ടറായി. അതെന്താ കാര്യം എന്ന് വെച്ചാല് ചന്ദ്രികയിൽ മഹാനായ നിസാമി ഉസ്താദ് അവർകൾ
ഒരു ലേഖനം എഴുതി. ചന്ദ്രിക ദിനപത്രത്തിൽ ലേഖന പേജിൽ. ആ ലേഖനത്തിൽ അദ്ദേഹം സിലബസുകൾ മാറേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും അതിന്റെ ന്യായങ്ങളും കാരണങ്ങളും സവിസ്തരം പറഞ്ഞു. ആ പറഞ്ഞത് ഇപ്പൊ ഉണ്ടല്ലോ ചില സംഗതികളൊക്കെ തീർച്ചയായും നടക്കേണ്ട കാര്യങ്ങൾ, മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് ശരിക്കും നിരക്കുന്ന കാര്യങ്ങൾ, അത് നിരക്കുന്നതാണ് എന്ന് എല്ലാവരും ഏറ്റു പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ അങ്ങിങ്ങ് പ്രകോപനങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തെ മാറ്റണമെന്ന് പറയപ്പെട്ടു. അപ്പോ ജനറൽ ബോഡി ചേർന്നപ്പോ മാണിയൂർ ഉസ്താദിനെ അക്കാദമിക് കൗൺസിലെ ഡയറക്ടറാക്കി. അപ്പോ നിസാമി ഉസ്താദിനെ വൈസ് പ്രസിഡന്റ് ആക്കി. നിസാമി ഉസ്താദിന്റെ മരണശേഷം സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് അക്കാദമിക് കൗൺസിലിന്റെ ഡയറക്ടർ. ഈ സ്ഥാനങ്ങളുടെയൊക്കെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആളുകളെ പറയുന്നത്, വലിയ വലിയ ആളുകൾ. അപ്പൊ ചുരുക്കത്തിൽ ചെറുവാളൂർ ഉസ്താദ് കടന്നു വന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അത്തിപ്പറ്റ ഉസ്താദ് നവറല്ലാഹു മറഹദഹു സജീവമായിട്ട് അല്ലയില്ലായിരുന്നു, നാട്ടിൽ വന്നു. ഒരുപാട് കഥകൾ പറയാം. അത്തിപ്പറ്റ ഉസ്താദ് വന്നപ്പോ അത്തിപ്പറ്റ ഉസ്താദ് ഇതിന്റെ ഭാഗമായി. പിന്നെ സാങ്കേതികമായിട്ട് ഒരു പക്ഷേ ഈ പദവികളിലൊന്നും ഒന്നും വന്നിട്ടില്ലെങ്കിലും ഇതിൽ പദവികൾക്ക് ചിലർക്ക് വരാൻ കഴിയില്ല. എന്തുകൊണ്ട്? സ്ഥാപനങ്ങൾ സിസ്റ്റത്തോട് അഫിലിയേറ്റ് ചെയ്ത് സ്ഥാപനത്തിന്റെ ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ അതിന്റെ ഭരണസമിതി അത് വഴി വരണം. ഇപ്പൊ പുറമെന്നുള്ള ഒരാള് എത്ര വലിയ ആളായാലും ഇതിന്റെ ഭരണഘടന അനുസരിച്ച് സാങ്കേതികമായി ഉൾക്കൊള്ളാൻ കഴിയില്ല, അഡ്വൈസറി ബോർഡിലേക്കല്ലാതെ. അപ്പൊ ചുരുക്കത്തില് പിന്നെ നമ്മുടെ കുഞ്ഞുകോയ മുസ്ലിയാർ ഒരു സൂഫി ചര്യ ആ രീതി നമ്മൾ കാണുന്ന ഒരാളാണ്. പാവാട് ഉസ്താദ് അവർകൾ കുഞ്ഞുകോയ മുസ്ലിയാർ. കുഞ്ഞുകോയ മുസ്ലിയാർ ഉസ്താദ് അവർകൾ സാങ്കേതികമായി ഇതിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അങ്ങനെയുള്ള പദവികളിലൊന്നും ഇരുന്നിട്ടില്ലെങ്കിലും എന്തിനാണ് ഇപ്പോ ഇങ്ങനെയുള്ള നിഷ്കളങ്കമായ ഒരു സദസ്സിന്റെ മുന്നിൽ കുറെ ആൾക്കാരെ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. വളരെ വലിയ വാത്സല്യവും ഇഷ്ടവും സ്നേഹവും തന്ന ആളായിരുന്നു. പല സന്ദർഭങ്ങളിലും പാവാട് ഉസ്താദിനെ കാണുമ്പോ, കുഞ്ഞുകോയ മുസ്ലിയാർ ഉസ്താദിനെ കാണുമ്പോ അദ്ദേഹം വലിയ ഇഷ്ടവും വാത്സല്യവും തന്നിരുന്ന ആളാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നേതാക്കൾ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒരു സവിശേഷത, ഇപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട മസൂദ് തങ്ങൾ അവരുകളെ വരെ പരാമർശിച്ചു. സമസ്ത എന്ന് പറയുന്ന സംവിധാനം അത് ഇപ്പൊ ഈ ഇരിക്കുന്ന നമ്മളാരും അല്ലാത്ത വേറെ ഒരു ടീമാണെന്നും അവരുടേതാണ് സമസ്ത എന്നും ഏതായാലും അംഗീകരിക്കാൻ പോണില്ല. നമുക്കൊക്കെ അതിനോട് എത്ര കണ്ട് ബന്ധമുണ്ട് എന്നതിന് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നിർബന്ധിതാവസ്ഥ കൊണ്ട് പറയാണ്. ഷെയ്ഖുന ശംസുൽ ഉലമ EK ഉസ്താദ് അവർകൾ, ഞങ്ങളുടെ വന്യ ഗുരു, UAE ആദ്യമായിട്ട് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് സ്വീകരണം നൽകാൻ വേണ്ടി അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. വലിയ കാര്യം പറയല്ല, പക്ഷെ ബന്ധം ഇല്ല എന്ന് പറയുമ്പോൾ ബന്ധം ഉണ്ട് എന്നും പറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധം ആണ് എന്നും അങ്ങേയറ്റം വിനീതമായിട്ട് നിർബന്ധിതാവസ്ഥയിൽ പറയാണ്. ഞാനായിരുന്നു എന്റെ കണക്കിനാണ്. ഷെയ്ഖുനാക്ക് എത്ര കൊല്ലം മുമ്പാണ് ഞാൻ വളാഞ്ചേരി മർക്കസില് വന്നു, അവിടെ തുടങ്ങിയ സിലബസ് മാറ്റം, അതാണ് ഇതൊക്കെ ആയി തീർന്നത്. അത് 34 കൊല്ലം മുമ്പാണ്. അപ്പൊ 35-40 കൊല്ലം മുമ്പ്, എനിക്കിപ്പോ ഏകദേശം 70 വയസ്സായി, ഒരു 40 കൊല്ലം മുമ്പ് ഷെയ്ഖുന UAE വരുമ്പോ സ്വാഗത സംഘത്തിന്റെ കൺവീനർ ഞാൻ. സമസ്തക്കാരാണ്, അത് പറയാനാണ്, സമസ്തക്കാരാണ്. ഇനിയിപ്പോ സമസ്തക്കാരാവുക എന്ന് പറഞ്ഞത് ഇതൊക്കെ ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങേറ്റത്തെ വേദന ഉണ്ട്. ഒരാൾ സമസ്തക്കാരനാവുക എന്ന് പറഞ്ഞാൽ എന്താ?
ഇപ്പോ ഒരു തമാശ രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം അപ്പൊ നമുക്ക് ഷാഫി മദ്ഹബ് വരാം. അപ്പൊ ഈ കേരളത്തിൽ ഇവിടൊക്കെയുള്ള മുസ്ലിമീങ്ങള്, മലപ്പുറത്തുള്ള മുസ്ലിമീങ്ങള്, ഏതാണ്ട് മലബാറിലുള്ള മുസ്ലിമീങ്ങളൊക്കെ ഷാഫി മദ്ഹബ് വരാം. അപ്പൊ ഷാഫി മദ്ഹബിന്റെ ഷാഫി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു സംഘടന ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മളത് കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് ഷാഫി അസോസിയേഷൻ എന്ന് കൊണ്ട് രജിസ്റ്റർ ചെയ്തു എന്ന് വിചാരിക്കുക. പിന്നെ അവർ പറയാ ഇവിടെ ഷാഫി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് സർക്കാർ അംഗീകരിക്കുന്ന ഒരു അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷൻ നിങ്ങളെ ഷാഫിയായിട്ട് അംഗീകരിക്കണുണ്ടോ എന്ന് ഷാഫിയാണ്. നിങ്ങളെ ഷാഫിയായിട്ട് നിങ്ങൾക്ക് അതിൽ അംഗത്വമില്ലേ? നിങ്ങൾ എങ്ങനെ ഷാഫി ആവുക? നിങ്ങൾ സാഫി അസോസിയേഷനിൽ അംഗമല്ലല്ലോ. സാഫി അസോസിയേഷൻ രജിസ്ട്രേഡ് സംഘടനയാണല്ലോ. 1860 ആക്ട് ഉണ്ട്. ആ ആക്ടിലെ 21 നമ്പർ പ്രകാരം ഇവിടെ ഷാഫി രജിസ്ട്രേഡ് ആണ്. നിങ്ങൾ അത് നിങ്ങൾക്ക് അംഗത്വമില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ എങ്ങനെ ഷാഫി അല്ലാതെയാകും? ഇയാൾ എങ്ങനെ ഷാഫി അല്ലാതെയാകും? വാസ്തവത്തിൽ സമസ്തക്കാരൻ എന്ന് പറഞ്ഞാൽ, സുന്നി എന്ന് പറഞ്ഞാൽ, സുന്നി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഇതിനുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. ഒന്ന് ഷിയ അല്ലാത്തത്, ഷിയ സുന്നി. നമ്മളിപ്പോ പറയുന്ന സുന്നി അതല്ല. സലഫികൾ അങ്ങനെയുള്ള ചില അവാന്തര സംഗതികളൊക്കെ നമുക്കിടയിലുണ്ട്. അതിന് സുന്നി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ നമ്മളിപ്പോ ഇവിടെ കേരളത്തിൽ സുന്നികൾ എന്ന് പറഞ്ഞാൽ AP വിഭാഗം സുന്നികളുണ്ട്. അവർ സുന്നികളെല്ലാം എങ്ങനെ നമ്മൾ പറയാ? പറയാൻ ന്യായം വേണ്ടി. എന്തിനു വേണ്ട ന്യായം? ആരാണ് സുന്നികൾ എന്ന് പറഞ്ഞാല്? സുന്നി എന്ന് പറഞ്ഞാൽ അശ്അരി തരീഖത്ത് അംഗീകരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മാതുരീദി തരീഖത്ത്. അശ്അരി മാതുരീദി എന്ന് പറയുന്നത് രണ്ട് വിശ്വാസ സരണികളാണ്. രണ്ടും ശരിയാണ്. ഇപ്പൊ 4 ഫിഖ്ഹിന്റെ മദ്ഹബ് ശരിയാണെന്ന് പറയുന്നത് പോലെ ഈ 2 വിശ്വാസ സരണികൾ ശരിയാണ്. അതുമാകാം ഇതുമാകാം. ലോകത്തുള്ള ഹനഫികൾ അധികവും മാതുരീദി തരീഖത്തുകാരാണ്. മറ്റ് ഷാഫികൾ അധികവും അശ്അരി തരീഖത്തുകാരാണ്. അങ്ങനെ തന്നെ നിർബന്ധമൊന്നുമില്ല, എന്തുകൊണ്ട് കൊണ്ടൊക്കെ ആവാം. അപ്പൊ അശ്അരി അല്ലെങ്കിൽ മാതുരീദി ഈ രണ്ടാലൊരു വിശ്വാസ സരണി പിൻപറ്റിയവർ. ഇനി അതിന് ശരിയും തെറ്റും ഒരുപാട് കാര്യങ്ങൾ പറയാം. എത്ര വരെ എന്ന് വെച്ചാൽ സമന്വയം വേണോ വേണ്ടേ എന്നിടത്തുനിന്നാണ് ഈ രണ്ട് സരണി രൂപപ്പെടുന്നത് തന്നെ. സമന്വയം വേണോ വേണ്ടേ എന്ന ഒരു തർക്കമുണ്ടായി മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ കാലത്ത്. അന്നാണ് അശ്അരി മാതുരീദി തരീഖത്ത് രൂപപ്പെടുന്നത്. ഈ സമന്വയം വേണ്ട എന്നായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ വീക്ഷണം. അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹുവിന്റെ കാലത്ത് ആ ചർച്ച ഉണ്ട്. മൂപ്പരൊക്കെ ലീഡ് ചെയ്ത് എന്താണ് അശ്അരി തരീഖത്ത്. അശ്അരി എന്ന അത് ആളെ പേരാണ്. മഹാനായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽ വരുന്ന ആളാണ് അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് ശരിക്കും നമ്മൾ അഹ്ലു സുന്ന എന്ന് പറയുന്ന സംഗതി അന്നാണ് രൂപപ്പെടുന്നത്. സമന്വയം വേണോ വേണ്ടേ, എന്താ സമന്വയം, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ സമയം പോകും. നിങ്ങൾ സമയം ഒന്ന് ഉണർത്തണം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തീർക്കുക, എല്ലാം കൂടി പറയാൻ പറ്റൂലല്ലോ. അപ്പോ സമന്വയം എന്ന് പറഞ്ഞാല് അന്നത്തെ സമന്വയം അല്ലെങ്കിൽ സമന്വയത്തിന്റെ പേരിലുള്ള തർക്കം എന്ന് പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസം വേണോ വേണ്ട എന്ന് തന്നെയാണ്. ഒറ്റവാക്കെ പറഞ്ഞാൽ ഭൗതിക വിദ്യാഭ്യാസം വേണോ വേണ്ട എന്നുള്ളതാണ്. അന്നത്തെ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യവന തത്വശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഗ്രീക്ക് തത്വശാസ്ത്രമാണ്. അത് ഇസ്ലാമിക വിദ്യാഭ്യാസത്തോട് ചേർക്കണ്ട എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ അവരുടെ അഭിപ്രായം. അപ്പൊ ചുരുക്കത്തിൽ ഭൗതിക വിദ്യാഭ്യാസങ്ങളോട് ഇസ്ലാമിക വിദ്യാഭ്യാസങ്ങളെ സമന്വയിക്കണ്ടേ എന്നുള്ള തർക്കമാണ്. ഇനി ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയാണ്, അല്ലാത്തവർക്കും വേണ്ടി പറയാണ്, ഇന്നും തർക്കം അവിടെ തന്നെയാണ്. ഇന്നും ഇപ്പൊ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന തർക്കത്തിന്റെ ചിലരുടെ മോട്ടീവ് ഈ തർക്കം തന്നെയാണ്, അന്നത്തെ തർക്കം തന്നെയാണ്. ഭൗതിക വിദ്യാഭ്യാസം കൂടെ ചേർക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, മാനിയൂർ ഉസ്താദിനെ ഡയറക്ടറാക്കി തൽക്കാലം ഒരു ടേമില് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കിട്ടാൻ കിട്ടും, മാറ്റി പിന്നെയും മാറ്റി. തർക്കം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ചന്ദ്രഗിരി ലേഖനം വന്നു. ഈ ചന്ദ്രഗിരി ലേഖനത്തില് നിസാമി ഉസ്താദ് ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? യവന തത്വശാസ്ത്രം, ഗ്രീക്ക് തത്വശാസ്ത്രം, അതിനാണ് അഹ്മദ് ബിൻ ഹംബൽ എന്ന കാലത്തുള്ളത്. അത് നമ്മള് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ അത് ദർശ എടുത്തുന്നവർക്ക് നാട്ടുകാർക്ക് വരെ അറിഞ്ഞോളന്നില്ല, പള്ളി ദർശകർക്ക് അത് പഠിപ്പിക്കുന്നുണ്ട്.
പക്ഷെ നിസാമി ഉസ്താദ് പറയുന്നത് യവന തത്വശാസ്ത്രം, ഗ്രീക്ക് തത്വശാസ്ത്രം ഭൗതിക വിദ്യാഭ്യാസമാണ്, അത് പഠിപ്പിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന് അപ്ഡേറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മളിവിടെ മാത്സ് പഠിക്കുന്നു, മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു. ഞങ്ങൾ പള്ളിദർസിലെ പഠിച്ചിട്ടുള്ളതാണ്. ശൈലിയിൽ മാറ്റമുണ്ട്. ഇപ്പൊ ഒരു SSLC ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ 8, 9, 10 ക്ലാസ്സിൽ നമ്മൾ ജിയോമെട്രി പഠിക്കുന്നുണ്ട്, ഗണിതശാസ്ത്രം പഠിക്കുന്നുണ്ട്. പക്ഷെ രീതികള് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. എല്ലാ രംഗത്തും കൂടുതൽ ഗവേഷണം പഠനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളണം. ആ പഴയതിങ്ങനെ ഏറ്റുപാടിയാൽ പോരാന്നുള്ളതാണ്. അപ്പൊ യവന തത്വശാസ്ത്രം അഹ്മദ് ബിൻ ഹംബൽ എന്നവരെ കാലത്ത് വേണം വേണ്ട എന്ന് തർക്കം ഉണ്ടായിട്ട് അശരീ തരീഖത്തനുസരിച്ച് അത് പഠിക്കണം എന്ന് പറഞ്ഞതിനാണ് ജീവിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസം നേടണം എന്ന നിലക്കാണ്. പക്ഷെ ഭൗതിക വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞാല് എന്തിനാണ്, എങ്ങനെയാണെന്ന് അറിയില്ല, അതിങ്ങനെ ഏറ്റുപാടുക. നിസാമി ഉസ്താദ് ചന്ദ്രിക ലേഖനത്തിൽ പറഞ്ഞത് ആ ഏറ്റുപാടൽ ശരിയല്ല, സിലബസ് മാറ്റണം. ഭൗതിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല കിതാബുകളും ഓതേണ്ടതില്ല. കാരണം സ്കൂളിലെ കുട്ടികൾ അത് പഠിക്കുന്നുണ്ട്, +2 പഠിക്കുന്നുണ്ട്, SSLCക്ക് അത് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ജിയോമെട്രി പഠിച്ചിട്ടുണ്ട്, അത് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന ഓതിയതാണ്, അറബിയിലാണ്. ഈ യവന്മാർ ഇതൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട്. യവന്മാരുടെതൊക്കെ പിന്നെ അറബിയിലേക്കാക്കി. അതിന്റെ കഥ ഇനി വലിയ കഥയാണ്. ഒന്നാമത്തതിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ പണ്ഡിതന്മാർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് പോലും നമ്മുടെ ചരിത്രത്തെ പറ്റി ധാരണ ഇല്ല. അല്ലെങ്കിൽ ഉള്ള ധാരണ അവർ എന്തോ താല്പര്യത്തിന് വേണ്ടി മറച്ചു വെച്ചിട്ട് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ചുരുക്കത്തില് അതിനിങ്ങനെ പറഞ്ഞ നീണ്ടുപോകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ എന്നും വിദ്യാഭ്യാസത്തെ ചൊല്ലിയാണ് തർക്കം. ഇതിലിപ്പോ ഞാൻ നിരീക്ഷിക്കുന്ന സമയം എഴുതുന്നോട്ട് പറയാണ്. ഞാൻ നിരീക്ഷിച്ചൊരു കാര്യം പറഞ്ഞല്ലോ, സൂഫിയാക്കളായിട്ടുള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാരെ ഞാൻ എണ്ണി പറഞ്ഞു. സമസ്തയുടെ നേതാക്കളെ പറ്റി പറഞ്ഞു. മഹാനായ കോയക്കുട്ടി ഉസ്താദ് ഈ സംവിധാനത്തോട് വലിയ വാത്സല്യമുള്ള ആളായിരുന്നു. സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഞങ്ങളൊക്കെ ഏകദേശം ഒരു പ്രദേശത്തുകാരാണ്. ബഹുമാനപ്പെട്ടവര് ഒരുപാട് ഭൗതിക വിദ്യാഭ്യാസം എന്നുള്ള ആളായിരുന്നില്ല, എല്ലാവർക്കും അറിയാം. അതേ സമയത്ത് ഇതൊക്കെ ഈ കാലത്തിനനുസരിച്ച് വേണമെന്ന് വല്ലാത്ത സിദ്ധാന്തം ഉള്ള ആളായിരുന്നു കോയക്കുട്ടി ഉസ്താദ്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചില കുട്ടികളെങ്കിലും ഈ കോഴ്സിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ വർത്തമാനം കേട്ടിട്ടാണ് ഈ കാര്യം. അതിന്റെ മഹത്വം മറ്റു പണ്ഡിതന്മാരെക്കാൾ ആൾക്കാരൊക്കെ അതിനെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും വഫിയ കോഴ്സുകൾ, കോളേജുകൾ വരണമെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒരു ഗദ്ഗത ചിത്തനായിട്ട് ഒരു സംസാരം തന്നെ അങ്ങനെയാണ്. അത് തന്നെ വളരെ ഈങ്ങിയ, വളരെ ശുഷ്കമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ തനി നാടൻ വീട് വീഡിയോയിൽ പശ്ചാത്തലത്തിൽ കാണാം. അപ്പൊ ആളുകളെ അതൊക്കെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ കോയക്കുട്ടി ഉസ്താദ് KK ഹദ്റത്തിനെ പോലുള്ള സമസ്തയുടെ കണ്യത്ത് ഉസ്താദിന് ശേഷം സമസ്തയുടെ പ്രസിഡന്റ് ആയ ആളാണ് KK അബൂബക്കർ ഹദ്റത്തിനെ പോലുള്ള KK ഉസ്താദിന്റെ തിരു ഹദ്റത്തിലാണ് ഈ സിലബസ് ജനിച്ചിരിക്കുന്നത് തന്നെ. ദീർഘകാലം അത് നടപ്പാക്കപ്പെട്ടത് KK ഉസ്താദ് സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വളാഞ്ചേരി മർക്കസിലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് KK ഉസ്താദ്, കാളമ്പാടി ഉസ്താദ്, ഇനിയിപ്പൊ അതും പറയാം. ഇതൊക്കെ നിങ്ങൾ ചരിത്രത്തിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര കാലം ജീവിക്കും? ഇപ്പൊ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആളുകൾ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചു, എന്താ നഷ്ടം? അള്ള തെറ്റിദ്ധരിക്കാൻ ഞാൻ പോരെ? 10-70 വയസ്സായിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ വല്ലാതെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നാട്ടുകാരെ കൂടി തെറ്റിദ്ധരിച്ചു വന്നിട്ട് എന്താ പതിവുള്ളത്? അള്ള തെറ്റിദ്ധരിക്കരുത്. അള്ളാന്റെ റസൂല് അറഫയിൽ വേർക്കണ മാതിരി, അള്ളാഹുവെ നിനക്ക് എന്നെ പറ്റി പരാതിയില്ലെങ്കിൽ പിന്നെ എനിക്ക് പരാതിയില്ല, നമുക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഇനിയിപ്പോ അതൊക്കെ പറയട്ടെ, ഇവരൊക്കെ ഇതിനെ അനുകൂലിച്ചു, തലോടി, വാത്സല്യം തന്നു. വാത്സല്യം തന്നു എന്ന് പറഞ്ഞാൽ ഈ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് സാധനമാണല്ലോ. വ്യക്തികൾ എന്ന നിലയ്ക്ക് നേരെ അനുഭവിച്ച ആൾക്കാർ സ്വന്തം അനുഭവമാണ് പറയുന്നത്. KK ഉസ്താദിന്റെ സ്ഥാപനത്തിൽ, KK ഉസ്താദിന്റെ ഹദ്റത്തിൽ തുടങ്ങിയ സംവിധാനം, കാളമ്പാടി ഉസ്താദിന്റെ നിലപാടിൽ, ഇനി അതൊക്കെ പറയേണ്ടി വരികയാണ്. കാളമ്പാടി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു സിലബസ് ചർച്ച, എന്നും ആവശ്യമില്ലാത്ത സിലബസ് ചർച്ച. ഈ സിലബസ് ചർച്ചയിൽ ഉണ്ടായ സംഭവം എന്താന്ന് വെച്ചാല്, സമസ്ത ഒരു സിലബസ് ഉണ്ടാക്കിയിട്ട് അത് എല്ലാവർക്കും അയച്ചു കൊടുത്തു. സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകളെ ഈ സിലബസ് കൈപ്പറ്റിയതിന്റെ ശേഷം ചെല്ലാൻ പറഞ്ഞു. ചെല്ലേണ്ടത് പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പാളും സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്.
അപ്പൊ ഞാനും മഹാപണ്ഡിതനായ കുഞ്ഞാം ഫൈസി ഉസ്താദ് അവരുകളും സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആയിരുന്ന കല്ലായി സാഹിബിനൊക്കെ അറിയാം, KT കുഞ്ഞുട്ടി ഹാജി. അതൊക്കെ അവരെ പറ്റിയൊക്കെ ഒരുപാട് പറയേണ്ടതാണ്. അവരൊക്കെ ഇതൊക്കെ ഇങ്ങനെ ആയിത്തീരുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ മൂന്നാളും കൂടി അവിടെ ചെന്ന്, അപ്പൊ അവിടെ തർക്കം എന്താണ്? അത് പറഞ്ഞപ്പോ എനിക്ക് തർക്കം തന്നെ പെട്ടെന്ന് ഓർമ്മ വരെയാണ്. നമ്മുടെ പിന്നെ കാലിയാരില്ലേ, നമ്മളെ ചെമ്പിരിക്ക CM ഉസ്താദ് അവർകൾ ഒന്ന് ഓർമ്മാക്കണേ. CM ഉസ്താദ് അവർകൾ ഇതുപോലെ വലിയ ഇഷ്ടവും തലരോടലും തന്ന ആളാണ്. എല്ലാരും കൂടി ആയിട്ട് പറഞ്ഞാൽ പറ്റൂലല്ലോ. ഉള്ളത് കൃത്യമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. CM ഉസ്താദിന് വലിയ വാത്സല്യം. SYSന്റെ സമ്മേളനം നടന്നു കുറ്റിപ്പുറം പിന്നെ പുഴയിൽ വെള്ളമില്ലാത്ത സമയത്ത്. വാഫി പ്രഥമ സന്നിധാനം നടക്കുന്ന അവിടെയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ തപ്പിയതുപോലെ CM ഉസ്താദിനെ പറ്റി സംബോധന ചെയ്യാൻ പറഞ്ഞു, ചെമ്പിരിക്ക കാവി. സമസ്തന്റെ വൈസ് പ്രസിഡന്റാണ്, സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്, എന്നോ പ്രസിഡന്റ് ആവേണ്ട ആളാണ്. അങ്ങനെ പലതും ഉണ്ട്. ഇപ്പൊ നമ്മളൊന്നും ഇനി പുറത്തെടുക്കണില്ല. വല്ലാതെ കളിച്ചാൽ ഇതൊക്കെ പുറത്തു വരും. CM ഉസ്താദിനെ ഇങ്ങനെ ചെമ്പിരിക്ക കാതി എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പ്രസംഗിക്കുന്ന അവസരത്തിൽ പറഞ്ഞു, എന്നോട് നേരിട്ടും പറഞ്ഞു. പ്രസംഗിക്കാൻ വിളിച്ച മൂപ്പരിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ പിന്നെ ചെമ്പിരിക്ക കാതി എന്നാണല്ലേ പറയുന്നത്, ഞാന് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. എന്നിട്ട് അദ്ദേഹം മൈക്കിൽ വന്നിട്ട് കുറച്ച് സമയം പ്രസംഗിച്ചു. അത് എപ്പോഴും അതിന് റെക്കോർഡ് വേണ്ടി എന്നാൽ കിട്ടും. സമന്വയ വിദ്യാഭ്യാസത്തെ കുറിച്ചും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ചും ഒക്കെ അദ്ദേഹം വല്ലാതെ വികാരഭരിതനായിട്ട് പ്രസംഗിച്ചു. ഒരിക്കൽ പറഞ്ഞാല് അള്ളാനായിട്ട് അടുത്ത ആൾക്കാർ, ഒരു സൂഫി ടച്ച് അള്ളാന്റെ ഔലിയാക്കൾ എന്നൊക്കെ കണക്കാക്കാവുന്ന ആൾക്കാർ CM ഉസ്താദ് അവർകൾ അള്ളാഹു ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ദുരനുഭവം അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പേരിലും സത്യസന്ധതയുടെ പേരിലും ധീരതയുടെ പേരിലും ആയിരിക്കണമെന്നുള്ള ആഹ്വാനം നമുക്ക് തോന്നുമല്ലോ. അപ്പൊ ചുരുക്കത്തില് CM ഉസ്താദ് ആവട്ടെ, KK ഹദറത്ത് ആവട്ടെ, കാളമ്പാടി ഉസ്താദ് ആവട്ടെ, കാളമ്പാടി ഉസ്താദിന്റെ കാര്യം ഞാൻ പറഞ്ഞു തീർത്തില്ല. കാളമ്പാടി ഉസ്താദ് ഈ പറഞ്ഞ സിലബസ് ചർച്ചാ യോഗത്തില് കുറച്ചാൾക്കാർ കുറച്ചാൾക്കാരാണ് ഇന്നും പ്രശ്നം അവരാണ്. പിന്നെ നമ്മൾ ഒരു തരം മാന്യതന്റെ പേരിൽ, നാഗരികതയുടെ പേരിൽ തലി കെട്ടി ആയിട്ട് ആൾക്കാരെ പേര് പറഞ്ഞ് ചാനലുകൾക്ക് വിഷയം കൊടുക്കേണ്ട വെച്ചിട്ടാണ്. മലപ്പുറത്ത് പത്രസമ്മേളനം നടന്നപ്പോ 1.5 മണിക്കൂർ പത്രസമ്മേളനം നടന്നു. ചാനലുകാർ തിരിച്ചും മറിച്ചും ചോദിച്ചു, ആളെ പറയോ? ഞാൻ പറഞ്ഞു, ആളെ പറയില്ല. എന്തിനാ ആളെ പറയുന്നത്? കാര്യം പറഞ്ഞാൽ പോരെ. ചുരുക്കി പറഞ്ഞാല് കുറച്ച് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സദസ്സിൽ സമയമല്ല. കാളമ്പാടി ഉസ്താദ് കുറച്ച് കഴിഞ്ഞപ്പോ വേദി കൈകാര്യം ചെയ്തിട്ട് മൈക്കിന്റെ മുന്നിൽ ഇതേമാതിരി കണ്ട് വന്നിട്ട് പറഞ്ഞു, സമസ്ത എല്ലാവരുടേതുമാണ്. ഇന്നിപ്പോ ആർക്കും നിഷേധിക്കാൻ പറ്റൂല. കാരണം ഒരാളല്ലെങ്കിൽ ഒരാള് ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കേട്ടതാണ്. സമസ്ത എല്ലാവരുടേതുമാണ്. സമസ്തന്റെ സിലബസ് അനുസരിച്ച് പിന്നെ മദ്രസകൾ നടക്കുന്നുണ്ട്. അവിടെ ചില ഭാഗങ്ങളിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് സിലബസ് നടക്കുന്നുണ്ട്. അപ്പൊ സമസ്ത എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് പറഞ്ഞമാർക്ക് CM ഉസ്താദ് അവിടെ ഉണ്ട്, വേദിയിൽ CM ഉസ്താദ് ഉണ്ട്. CM ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ ഉസ്താദിനോട് പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ദാറുൽ അഫിലിയേറ്റഡ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് അസ്വസ്ഥനായിട്ട് CM ഉസ്താദ് ചർച്ചകൾ നടക്കുമ്പോൾ പറയുന്നുണ്ട്, ബഹാവുദ്ദീൻ മൗലവി എന്തെങ്കിലും പറയും. ബഹാവുദ്ദീൻ മൗലവി എന്തെങ്കിലും 2-3 വട്ടം കുറച്ച് പിന്നിലിരിക്കുന്നത് ഞങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. രംഗം കൈയടക്കിയിട്ട് കാളമ്പാടി ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, സമസ്ത എല്ലാവരുടേതുമാണ്. ഹനഫി മദ്ഹബ് വരെ ഇവിടെ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വാഫിക്കും ഹുദവിക്കും പറയാനുള്ളത് സമസ്ത കേൾക്കും. യോഗം പിരിഞ്ഞു. ഞാൻ പിന്നീട് പട്ടിക്കാട് ചെന്നു, ഉസ്താദിനോട് സംസാരിച്ചു. ഉസ്താദ് കണ്ടപാടിനോട് പറഞ്ഞത്, ഇത് എന്തൊക്കെ ഇപ്പൊ എത്ര കാലം ആൾക്കാരെ ഞാൻ ഇപ്പോഴും പറയണില്ല. ഉസ്താദ് കണ്ടപാട് പറഞ്ഞതെന്നറിയോ? മുസ്ലിയാരെ മൂപ്പരങ്ങനെയാണ്. ഞങ്ങൾ മൂല്യന്മാരാണെങ്കിൽ മുസ്ലിയാരെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സംബോധന ഇല്ല. മുസ്ലിയാരെ
നിങ്ങൾ അതുകൊണ്ടൊന്നും സമസ്തീന്ന് പോകരുത്. എന്നോട് പറഞ്ഞ വാക്കാൻ ഞാൻ പറയണ്ടേ, മുസ്ലിയാരെ നിങ്ങൾ അതുകൊണ്ടൊന്നും സമസ്തീന്ന് പോകരുത്. എന്നിട്ട് ഒരാളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ആ യോഗത്തില് നിങ്ങളും വേറൊരാളെ പേര് പറഞ്ഞു, നിങ്ങൾ ഒന്ന് അവിടെ സംസാരിക്കരുത്, നിങ്ങളൊന്നും അവിടെ സംസാരിക്കരുത്, നിങ്ങൾക്ക് ആൾക്കാരായിട്ട് സംസാരിക്കാം. അല്ല മൂപ്പരും കൂട്ടി ഞാനും നിങ്ങളൊന്നും അവിടെ സംസാരിക്കണ്ട, നമുക്കതിന് വയ്ക്കൂല. അത് മൂപ്പര് തെറ്റിച്ചിട്ട് മൂപ്പര് സംസാരിച്ചു. അങ്ങനെയാണ് ഒരു കൺക്ലൂഷനിൽ എത്താതെ പിരിയേണ്ടി വന്നത്. അങ്ങനെയാണ് മൂപ്പര് നേരത്തെ പറഞ്ഞ പോലെ സമസ്ത എല്ലാവരുടേതുമാണ്, എല്ലാവരും ഉൾക്കൊള്ളും എന്ന് പ്രസ്താവിക്കുന്നത്. ചുരുക്കത്തില് ഉസ്താദ് പറഞ്ഞു, മുസ്ലിയരെ നിങ്ങളുടെ ആ പരിപാടിക്ക് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളി, സിലബസിലൊക്കെ മാറ്റം വേണം, കുട്ടികൾക്ക് ജീവിക്കാൻ ഭൗതിക വിദ്യാഭ്യാസമൊക്കെ വേണം, അതിനൊക്കെയുള്ള സൗകര്യം വേണം. അപ്പൊ ശരി, കിതാബിലൊക്കെ ചിലത് മുഴുവൻ കൂടി അറ്റങ്ങളോട് കാശുണ്ടോലെ വാങ്ങിപ്പിക്കണ്ട, നിങ്ങളെ സിലബസിൽ എത്രയാണ് പോർഷൻ എത്രയുള്ളത് അത് നിങ്ങൾ തൊബൈ ചെയ്ത് പ്രിന്റ് ചെയ്യാൻ നടത്താം, കുട്ടികൾക്ക് കൊടുത്താളി, അത് നടത്തി നല്ലതൊക്കെ നടത്തിക്കോളി. പുറത്തൂരിന്ന് ചമ്രവട്ട അടുത്താണ്, പുറത്തൂരിന്ന് 2 ഫൈസിയാദിന്റെ അടുത്ത് വന്ന് എന്താ പിന്നെ വേണ്ടിന്ന് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞേക്കണം നിങ്ങൾ വാഫി തുടങ്ങിക്കോളി എന്ന്, അതെഞ്ഞി പറ്റുള്ളൂ. ഞാൻ കണ്ണൂരില് സ്ഥാപനത്തിന് പേര് ഞാൻ പറഞ്ഞില്ല, ഒരു സ്ഥാപനത്തിൽ പോയി, എനിക്ക് എല്ലായിടത്തും പോകണല്ലോ. അപ്പൊ അവരിങ്ങനെ സിലബസ് ആണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, പുതിയ സിലബസ് എന്ന് പറഞ്ഞാണ്ട്. അത് നിങ്ങളുടെ എഴുതിയത് എനിക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാണ്ട് എഴുന്നേറ്റിട്ട് അപ്പുറത്ത് പോയിട്ട് ആ സിലബസിന്റെ കോപ്പിന്റെ എടുത്തിട്ട് കൊടുത്തു. നോക്കി നിങ്ങൾ, ഞാൻ അപ്പത്തിനൊന്ന് നോക്കി, ശരിയാണ് വാഫി സിലബസിന്റെ കോപ്പിയാണ്, ഇതാർക്കും കൊടുക്കണ്ട, നിങ്ങളോട് വെച്ചോളി എന്ന് അതിന്റെ അടുത്ത് പെണ്ടേനോ. ഏതായാലും ഉസ്താദ് എന്നോട് അന്ന് പറഞ്ഞത്, മുസ്ലിം രംഗങ്ങൾ അതുകൊണ്ടൊന്ന് സമസ്തീന്ന് പോകരുത് എന്നാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ കാളമ്പാടി ഉസ്താദ്, കെ ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, ഈ പറഞ്ഞ മാതിരി അത്തിപ്പറ്റ ഉസ്താദ്, ഈ പറഞ്ഞ മാതിരി ചെറുവാളൂർ ഉസ്താദ്, ഇതാ ഇപ്പൊ ഈ സന്ദർഭം മാണിയൂർ ഉസ്താദ്, പാവാട് ഉസ്താദ്, അങ്ങനെയുള്ള ആളുകൾ ഇവരൊക്കെ ഇതിനെ ഇഷ്ടപ്പെടുകയും തലോടുകയും കൈത്താങ് നൽകുകയും മക്കളെ പറഞ്ഞയക്കുകയും പലരെയും എഴുത്തു കൊടുത്തയച്ച് കുട്ടിക്ക് ഒരു അവസരം കൊടുക്കണം എന്ന് എഴുത്തു കൊടുത്തയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി തൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ആൾക്കാര് അവരെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല, അവരേറ്റും തങ്ങളോട് പറഞ്ഞല്ലോ, മറ്റാരേറ്റും ഏത് സമയത്തും ഇരിക്കാൻ തയ്യാറാണ്. കലായി സാഹിബ് അവിടെ ഇരിക്കുന്നവരൊക്കെ മുസ്ലിം ലീഗിന്റെയും ഒക്കെ വലിയ ആളുകളാണ്, നേതാക്കളാണ്, ഉമറാക്കളാണ്. ശാരീരികമായ അസ്വസ്ഥയുണ്ട്. ഇവിടെ മാണിയൂർ ഉസ്താദിന്റെ പരിപാടി ആയതുകൊണ്ട് വരാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് വന്നതാണ്. എന്നാലും ഇപ്പൊ പറയണേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പെരയിൽ പോയത് ഇന്ന ആളായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പൊ പോകാൻ റെഡിയാണ്. 2 ദിവസം കഴിയട്ടെ, ഒരു ദീർഘയാത്ര ഒക്കെ കഴിഞ്ഞതാണ്, കുഴക്കൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറയില്ല, ഇപ്പൊ റെഡിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞെന്താ അറിയോ, മനുഷ്യന്മാര് തമ്മില് വലാ യസാലൂന മുഖ്തലിഫി എന്ന് ഖുർആൻ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഇത് 1200 കൊല്ലം ഒക്കെ മുമ്പ്, 1000 കൊല്ലത്തിന്റെ അപ്പുറത്ത് അശരി തരീക്കത്ത്, മാതുരീദി തരീക്കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്തെ മുസ്ലിം മുഖ്യധാരയാണത്. അതിന് ആർക്കും അതിക്ക് അകത്താക്കാനും വിശ്വസിക്കാതെ അകത്താക്കാനും പറ്റൂല, വിശ്വാസം ഇല്ലാതാകാതെ പുറത്താക്കാനും പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ എത്ര സുന്നികളുണ്ട്, അവരൊന്നും സുന്നികളല്ല നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളൊന്നും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പൊ AP വിഭാഗം സുന്നി, അവരും നമ്മളും കൂടി, ഞാനിപ്പോഴും നമ്മളെന്നാ പറയുന്നത്, നമ്മളും തമ്മിൽ ഇദാറ ഗവേണിംഗ് സംബന്ധിച്ചുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അത് ഈ 2 സുന്നി ആയത് എന്തുകൊണ്ടാണ്? അഖീദയിൽ മാറ്റം വന്നത് കൊണ്ടാണോ? ഫിഖ്ഹിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണോ? മദ്ഹബ് നിഷേധിച്ചത് കൊണ്ടാണോ? പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടായത് കൊണ്ടാണോ? അല്ലല്ലോ. ഇദാറെ സംബന്ധിച്ചായിരിക്കണം. ഇപ്പൊ നിങ്ങളെ നാട്ടുകാരനാണ് കല്ലായി സാഹിബ്. എനിക്ക് മൂപ്പരായിട്ടുള്ള ബന്ധം അബുദാബിയിലായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കല്ലായും ബഹുമാനപ്പെട്ട KT മാനുമുസ്ലിയാർ ഉസ്താദും നവ്വറല്ലാഹു മർക്കദഹു അബുദാബിയില് അന്ന് സമസ്തയുടെ ഓഫീസ് കയ്യേറിയ CP കുഞ്ഞ് MLA നേതൃത്വത്തിൽ നടന്ന കയ്യേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ. അന്നൊക്കെ ഞങ്ങളിങ്ങനെ കല്ലായുടെ പ്രസംഗം വല്ലാത്ത ഒരു മധുര പലഹാരം കഴിക്കുന്ന ആവേശത്തിലാണ് ആസ്വദിച്ചു കൊണ്ടിരുന്നത്. നടന്ന് UAE ഫത്തഹാക്കി പോന്ന ആളാണായിരിക്കണം. അങ്ങനെ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവര് കല്ലായി ആണ് പിന്നെ തവസ്സുൽ സിഹാത്ത് അല്ലെങ്കിൽ സ്ത്രീ ജുമാ ജമാഅത്തോ ഖുതുബ പരിഭാഷ ഒന്നും ഉണ്ടാവും. മുപ്പരപ്പൻ സംസാരിക്കുമല്ലോ അവിടെ ഉള്ള സമയത്തിനൊക്കെ അനുസരിച്ച് ഞാനും നിർത്തുകയാണ്, അവരൊക്കെ സംസാരിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എപ്പോഴും റെഡിയാണ്.
അള്ളാന്റെ റസൂലിനോട് ഇഷ്ടമുണ്ടോ? അള്ളാന്റെ റസൂലിനോടുള്ള ഇഷ്ടം ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് കാസർഗോട്ടെ പ്രസംഗിച്ചത്, അള്ളാന്റെ റസൂലിനോടുള്ള ഇഷ്ടം, അള്ളാന്റെ റസൂലിന്റെ മൗലൂദ്, അള്ളാന്റെ റസൂലിന്റെ മീലാദ് ആഘോഷം ഫർദ് പോലത്തെ സുന്നത്താണ്. ദൂർത്തു പാടില്ല, ദൂർത്തു പാടില്ല. അതേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാന്റെ റസൂല് പഠിച്ചതിനെ പറ്റി ഖുർആന് 600 പേജ് തന്നെ പേജില്ല പ്രതിമല്. ഖുർആനിൽ 600 പേജ് ഉണ്ട്, അല്ലെങ്കിൽ 604 പേജ്, 50 പേജ് നമ്പർ ഉണ്ടല്ലോ. ഖുർആൻ മുഴുവനും പേജും എണ്ണവും ഇതൊക്കെ പ്രശ്നമാക്കണ, അതൊക്കെ പോട്ടെ, കുറെ ആൾക്കാരുണ്ട്. ഖുർആന്റെ അക്ഷരം എണ്ണാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങിയ ആൾക്കാരുണ്ട് ഇവിടെ, വേണ്ടി വന്നാൽ വെളിപ്പെടുത്തും. ഖുർആന്റെ അക്ഷരം എണ്ണാന്, ഖുർആനിൽ എഴുതി വെച്ച പേജ് 602 എന്ന് പറയാനല്ല, ഖുർആനിലെ അക്ഷരം എണ്ണാന് പൈസ വാങ്ങിയിട്ട് പിന്നെ ഒന്നും ചെയ്യാതെ നിഷ്ഫലാക്കിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. ചുരുക്കത്തില് ഒത്തുപോകുന്നതിന് ആർക്കും ഒരു പ്രശ്നമില്ല. ഞാൻ സിദ്ധാന്തം എന്ന നിലക്ക് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, നമ്മള് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കൂടിയ ഒരാൾക്കൂട്ടാണ്. ഞാൻ സാധാരണ പറയും, ഇങ്ങനത്തെ ചർച്ച നടക്കുമ്പോ നെതന്യാഹു മലപ്പുറത്ത് ഒരു സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ മുസ്ലിംകൾ കുട്ടികളെ ചേർക്കാൻ അവിടെ പോയി നിൽക്കും. കാരണം ജൂതന്മാര് ഭയങ്കര ബുദ്ധിയാണ്, ഒരു വിദ്യാഭ്യാസ സിസ്റ്റം ഓപ്പറേറ്റിങ്ങിലൊക്കെ ഒരു ലോകത്ത് തന്നെ ഒന്നാമതാണ്. അപ്പൊ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ അത് ഉഷാറായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നെതന്യാഹു സ്കൂൾ മലപ്പുറത്ത് തുടങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾ പോയി കീഴുന്നു. വിദ്യാഭ്യാസത്തിന് അത് ശരിയാ തെറ്റോ എന്നുള്ളതല്ല, വിദ്യാഭ്യാസത്തിന്റെ കാര്യം അങ്ങനെ. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഇത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ് എന്ന് ഏകദേശം പറയാം. സ്ഥാപിച്ച് വെല്ലുവിളിച്ച് പറയാനൊന്നും ഞാനില്ല. മൂല്യന്മാര്, എന്നെ പോലത്തെ മൂല്യന്മാര്, ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കൂളിൽ പോകാത്ത ആളാണ്. അപ്പൊ ഉമ്മല്ല, യതീമാണ്, എന്റെ കുട്ടികൾ പെരക്കാര് സ്കൂൾ പറഞ്ഞയച്ചില്ല. ഇതായിരുന്നു നമ്മുടെ മൂല്യന്മാരുടെ അവസ്ഥ. അത് തന്നെ എന്റെ ഉപ്പ ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, ഹിന്ദി, ഉറുദു, അറബി, പിന്നെ ഏതായാലും മലയാളം, പിന്നെ ഏതായാലും എല്ലാം കൂടി 8 ഭാഷ പഠിച്ചാണ് അറിയുന്ന ആളാണ്. എന്നിട്ടും ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ നമ്മൾ പിന്നിക്കാണ്. നന്ന് മുന്നിലുള്ള ആൾക്കാര് കുറച്ചുകൂടി മുന്നിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് ആൾക്കാര്, ബൈന കൗസൈ എന്ന് പറഞ്ഞ അറബിയില് ഇൻവെർട്ടർ കോമ, കുറച്ച് ആൾക്കാര് രംഗത്ത് വന്നതിന് ശേഷം എല്ലാം പിന്നിക്കാണ്. വിദ്യാഭ്യാസവും പിന്നിക്കാണ്, എല്ലാം പിന്നിക്കാണ്. ഒക്കെ വേണ്ട, അതിനൊക്കെ ജാതി ഫൽസഫും ഫിലോസഫിയായിട്ട് നടക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സമൂഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്തു. ഇനി ഇതിനാ കൂടുതൽ പറയുന്നത്, ഈ കുട്ടികൾ ഇതായിരിക്കണ, ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ നിങ്ങളെ കൂടുതലുണ്ട്, സ്ഥാപനം നടത്തുന്ന ആൾക്കാർ നിങ്ങൾ പലരുമാണ്. 19 ലോകരാജ്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ വിശിച്ച എന്തുമേൽ നിയന്ത്രണം അർഹതപ്പെട്ടവർ അല്ലെങ്കിൽ വേണ്ടവരാണ്. അതിന്റെ ഒന്നും ലംഘനമില്ലാതെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് സുരക്ഷ ഉറപ്പുവരുത്തി UK 10-30 കുട്ടികളുണ്ട്, പെണ്ണുങ്ങളാണ് കൂടുതൽ. അമേരിക്കയിലുണ്ട്, മലേഷ്യയില് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലുണ്ട്, അൽ-അസ്ഹറിൽ PG പഠിക്കുന്നുണ്ട്. ഇപ്പൊ അവര് റിഫ്രഷ്മെന്റ് കോഴ്സിന് 2 മാസ കോഴ്സിന് പോയിട്ടുണ്ട്. ഇനി ചിലർ അവിടെ പറ്റി പിടിക്കുമായിരിക്കും PG പഠിക്കാൻ വേണ്ടി, മിടുക്കന്റെ ഊക്കുണ്ട്. 19 ലോകരാജ്യങ്ങളിൽ ഈ കുട്ടികള് ഉന്നത വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നു. BKR എന്ന് പറഞ്ഞ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ എറണാകുളത്ത് ഒരു കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു കുട്ടി പഠിച്ചു, +2 പഠിക്കുന്ന സമയത്ത്, നമ്മുടെ തെംഹീദിയ പഠിക്കുന്ന സമയത്ത് ഉസ്താദന്മാരോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നീറ്റ് പരിശീലിക്കണം എന്നുണ്ട്. ഒറ്റക്കാണെങ്കിൽ പരിശീലിച്ചോ, ഇവിടുത്തെ ഒഫിയന്റെ കാര്യങ്ങളൊന്നും തെറ്റിക്കാൻ പറ്റൂല. അങ്ങനെ ഈ കട്ടി ഒഫിയ സിലബസ്, സ്വാഭാവികമായിട്ട് +2 സിലബസ് അതുണ്ടല്ലോ. നീറ്റ് കോച്ചിങ് ഈ കുട്ടി സ്വന്തമായിട്ട് പരിശ്രമിച്ച് അടുത്ത അവസരം വന്നപ്പോ എഴുതി ക്രാക്ക് ചെയ്തു. ഇതൊക്കെ പഠിക്കണതിന്റെ ഇടയിൽ ഈ കുട്ടി ഒറ്റക്ക് പഠിച്ചിട്ട് നീറ്റ് ക്രാക്ക് ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്തു. റിസൾട്ട് വന്നു, ക്രാക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോ പിന്നെ ഒഫിയ തീരാൻ 1 കൊല്ലത്തിലധികം. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാൻ പോണില്ല. നീറ്റ് ക്രാക്ക് ചെയ്ത് കുട്ടിയെ പറഞ്ഞത്, ഞാൻ പോണില്ല. എന്നിട്ട് അടുത്ത അറ്റംപ്റ്റിൽ വീണ്ടും അപ്പിയർ ചെയ്തു. അപ്പൊ വീണ്ടും ക്രാക്ക് ചെയ്തു. ഇപ്പോ റഷ്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കുകയാണ്. കളികാവ് ക്യാമ്പസിൽ വാഫി PG
8 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ റഷ്യയില് MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ കുട്ടികളുടെ പഠനശേഷിയെ ഇങ്ങനെ കുത്തിപ്പൊക്കാനും അതൊരു പൊട്ടിത്തെറിയാക്കി തീർക്കാനും ഒക്കെ ഇതിന് സാധിച്ചിട്ടുണ്ട്. നമ്മള് ഈ ക്ഷുദ്ര വർത്തമാനങ്ങളും ചിന്തകളൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് ഞാൻ പറയുന്നു, വളരെ വിനീതമായിട്ട് പറയുന്നു, എന്ത് തരം കാര്യങ്ങൾക്കും ആരോടും എപ്പോ വേണമെങ്കിലും ചെന്ന് സംസാരിക്കാനും ഭൂമിയോളം താഴാനും വിട്ടുവീഴ്ച ചെയ്യാനും 3 ഡസൻ കാര്യങ്ങൾ, ഏകദേശം 3 ഡസൻ കാര്യങ്ങൾ വിട്ടിട്ട് അത് നമ്മളൊന്ന് പറഞ്ഞാലേ എനിക്ക് ആ ഫോൺ ഒന്നും എടുക്കേണ്ടതേ ഉള്ളൂ, അത് ഓഫ് ചെയ്താല്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥാപനം നടത്തുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പഠിച്ചവരുടെ രക്ഷിതാക്കള്, നമുക്ക് ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥിതി എന്ന നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. വിദ്യാഭ്യാസത്തിന്റെ കൂടെ മറ്റു കൺസേണുകൾ നമ്മൾ കുത്തിത്തിരിക്കിയാൽ ഇതിന്റെ ചെലവില് ഇതിന്റെ ക്വാളിറ്റി കുറക്കുന്ന തരത്തിലായി പോകും. നല്ല വിദ്യാഭ്യാസം, അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു, നെതന്യാഹു തുടങ്ങിയാൽ നമ്മൾ പോകില്ലേ, അതാണ് വേണ്ടത്. നല്ല വിദ്യാഭ്യാസം, ഈ കുട്ടികൾ നല്ല നിലക്ക് പഠിക്കട്ടെ. ഇനി അങ്ങോട്ടുള്ള കാലം, വരാൻ പോകുന്ന കാലം നിങ്ങൾക്കറിയാം. മനുഷ്യൻ വലിയ വിദ്യാഭ്യാസം നേടി ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന മുഴുവൻ സേവനങ്ങളും പ്രവർത്തനങ്ങളും യന്ത്രം ചെയ്യുന്ന കാര്യമാണ്. ഞാൻ കുട്ടിയോട് തമാശ പറയും, എടാ പഠിച്ചോ, പഠിക്കാതെ കിടന്ന് കങ്ങിയാല് ഇജ് വിചാരിക്കും അതിപ്പോ എന്താ ജീവിക്കാൻ കക്കൂസ് കഴിക്കാൻ പോലെ. കക്കൂസ് കഴിക്കാൻ പറ്റൂല, കാരണം യന്ത്രം റെഡിയാണ് കക്കൂസ് കഴിക്കാൻ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ യന്ത്രത്തെ തോൽപ്പിക്കുന്ന ബുദ്ധി ഉപയോഗത്തിൽ നമ്മൾ എത്തിച്ചേരണം. ധാരാളമായിട്ട് കുട്ടികൾ പഠിക്കട്ടെ. വിദ്യാഭ്യാസത്തിന്റെ മാർഗത്തിൽ ഗുണം നിലവാരമുള്ള വേണ്ട വിദ്യാഭ്യാസമാണോ? വിധ്വംസക പ്രവർത്തനമൊന്നുമല്ലല്ലോ. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള വിദ്യാഭ്യാസമല്ല, അല്ലെങ്കിൽ നാട്ടില് എന്തെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനം നടത്താനുള്ള വിദ്യാഭ്യാസം ഒന്നല്ലല്ലോ. ദേശീയ വിദ്യാഭ്യാസ ധാരയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള വിദ്യാഭ്യാസമാണ്. ഇപ്പൊ ഈജിപ്തും ഇന്ത്യയും തമ്മിൽ MOU ഉണ്ട്. MOU എന്ന് പറഞ്ഞാൽ മെമ്മറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, തഫാഹും. അത് പ്രകാരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവിടെ സ്റ്റൈപ്പൻഡ് ഉണ്ട്, അവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടെയും സ്റ്റൈപ്പൻഡ് ഉണ്ട്. ഡോക്ടർ ജലീൽ വാഫി ഇരിക്കുന്ന ഇവരൊക്കെ അവിടെ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് ആ സ്റ്റൈപ്പൻഡ് വാങ്ങി കണ്ണൂർക്കാരനായ മഹാനായ അഹമ്മദ് സാഹിബിന്റെ പരിശ്രമപരമായിട്ട് പഠിച്ച് PhD ഒരാളാണ് ഇരിക്കുന്നത്. നേരത്തെ അവിടെ സംസാരിച്ചത് ആ 7 ആൾക്കാർ ഒരു പഠിച്ചു. ഇതൊക്കെ സർക്കാർ തലത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ സർക്കാർ നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങള്, സൗകര്യങ്ങള്, അവസരങ്ങള് അതൊക്കെ കുത്തിപ്പൊക്കി കണ്ടെത്തി അതൊക്കെ ഉപയോഗിച്ച് വിദ്യാഭ്യാസം നേടി മിടുക്കന്മാരാകുക. ആവശ്യമില്ലാത്ത ചർച്ചകളും ചിന്തകളും ക്ഷുദ്ര വർത്തമാനങ്ങളും അതൊക്കെ ഒഴിവാക്കുക. പരമാവധി മിണ്ടാണ്ടിരിക്കുക. നമ്മളിപ്പോ ചെയ്യുന്നതാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, പറയാൻ തുടങ്ങിയാൽ എന്തൊക്കെ ഉള്ളിലുണ്ട് എന്ന്. മിണ്ടൂല, നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇപ്പോഴും പൊതിഞ്ഞാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. ഒരു പുരുഷായുസല്ലേ, 40 കൊല്ലായില്ലേ, എന്തെല്ലാം ഉണ്ടാകും. അപ്പോ ഞാൻ വീണ്ടും പറയുന്നു, മഹാനായ എന്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂഫിയാക്കളെ, ഔലിയാക്കളെ കണ്ടു, ആൾക്കാരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു. ഇവരിൽ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് ആൾക്കാര് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റേഴ്സ് എന്ന നിലക്ക് അനുഭവിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. എന്താ നിങ്ങള് വലിയ പണ്ഡിതന്മാരും ആ വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഉണ്ട്. സെനറ്റ് സിൻഡിക്കേറ്റില് എന്തെങ്കിലും ഒരു ചർച്ച വന്നാല് പിന്തിരിപ്പൻ സമീപനായിരിക്കും പലപ്പോഴും ആൾക്കാർ എടുക്കുക. അവിടെയൊക്കെ പോസിറ്റീവ് വർത്താനം പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ WSFന്റെ കുട്ടികൾ ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ അവര് സ്പോർട്സിന്റെ ഇനി ഗെയിംസ് ഉൾപ്പെടുത്തണം, ഒരാവശ്യമാണ്. അങ്ങനെ പല ഇതും എല്ലാ രംഗത്തും മറ്റു വിദ്യാർത്ഥികളെ പോലെ ഇവര് മാത്രം ഒന്ന് പന്ത് കളിച്ചാൽ ഇപ്പൊ എന്താ. അപ്പൊ ഞാൻ വാണി ഉസ്താദിനെ ഓർത്തു, ചെറുവാണി ഉസ്താദിനെ ഓർത്തു. എന്തുകൊണ്ട് ഈ ചർച്ച നടക്കണം? ഇത് ചർച്ചക്ക് വന്നപ്പോ അല്ല, മൗലവിമാരിപ്പോ പാന്റ് ഇട്ടുകാണ്ട് പന്തളിച്ചാല് അങ്ങനെ പറ്റുമോ? മൗലവിമാര് പാന്റ് ഇട്ടുകാണ്ട് പന്തളിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മളിടയിൽ ചർച്ചയാണ്. അത് പറയുമ്പോ എനിക്ക് സമയം വല്ലാതെ നീളും. ഞാനപ്പോ ഇപ്പൊ കുറച്ചായിട്ട് ഈ വസ്ത്രത്തിനെ പറ്റി ഇങ്ങനെ നോക്കിയപ്പോ ഒരു കിതാബില്
പൂർവികരായ ഹംബലി മദ്ഹബിലുള്ള ഒരു ഇമാമിന്റെ കിതാബിൽ കണ്ടത് ഭൂമിയിൽ ആദ്യമായിട്ട് പാന്റ് ധരിച്ചിരിക്കുന്നത് ഇബ്രാഹിം നബി അത്രേ. അത് തയ്യിച്ചിരിക്കുന്നത് ഭാര്യ സാറാ ബീവിയാണ്. ആ പാന്റിന്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, തുണി, അത് സ്വർഗത്തു നിന്ന് വന്നതാണ്. ശരീരം ശരിക്കും മറയുന്ന ഒരു വസ്ത്രം വേണം എന്ന് അള്ളാഹ്ക്ക്. അപ്പൊ ഒരു കഷ്ണം തുണി കൊടുത്തയക്കുന്നു. സാറാ ബീവി അത് പാന്റാക്കി തുന്നുന്നു. എന്നിട്ട് ഇബ്രാഹിം നബി അത് ധരിക്കുന്നു. ആ കിതാബിൽ പറയുന്നത് ഇബ്രാഹിം നബി വേറെ 1-2 നബിമാരെ പേര് അവരൊക്കെ പാന്റ് ധരിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പാന്റ് ധരിച്ചിട്ടുണ്ട്. പാന്റ് ധരിക്കാൻ പറ്റൂല. കുട്ടികൾ പന്ത് കളിക്കണ സമയത്ത് പാന്റ് ധരിക്കാൻ പറ്റുമോ? എന്നിട്ട് പാന്റ് ഇല്ലാതെ പന്ത് കളിക്കാൻ പറ്റും എന്നത് തെളിവായിട്ട് അന്ന് നമ്മളെ ഈ 1.5 കാശിന്റെ വാട്സപ്പിൽ ഒരു ചെറിയ ക്ലിപ്പ് ഓടിയത് ഞാൻ ഓർക്കുകയാണ്. ഒരു മൊലിയൊരു ടിന്റെ മാരിക്ക് തലയിൽ കെട്ടിക്കുക, എന്നിട്ട് ഒരു ഇവിടെ ഓപ്പൺ ഒന്നും ഇല്ലാത്ത ഒരു കുപ്പായിട്ടിരിക്കുക. ഞങ്ങൾ മൊലിയന്മാരുടെ ഇടയിൽ പറയാൻ ഒരു ചോറ്റുകുപ്പായം ഇട്ടിരിക്കുക. എന്നിട്ട് വലിയ അകലൊന്നും ഇല്ലാത്ത ഒരു കേട്ടി തുണി, എന്നിട്ട് പന്ത് കളിക്കുക. എങ്ങനെ ഉണ്ടാകും? അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ചർച്ച വന്ന സമയത്ത് അവിടെ അത് വേണം, കുട്ടികൾക്ക് സ്പോർട്സ് അനുവദിക്കണം എന്ന് പറയാനുണ്ടായിരുന്നത് ചെറുവാളൂർ ഉസ്താദ്, മാണിയൂർ ഉസ്താദൊക്കെയാണ്. നമുക്ക് അവരിലാണ് പ്രതീക്ഷ. വേറെ ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ അവരുണ്ട് വരുമ്പോ ഹൈദരാലി തങ്ങൾ എല്ലാ ചർച്ചയും കേൾക്കുന്നുണ്ടാവും, ഉണ്ടാണ്ട് അവിടെ കുത്തിരിക്കും. അങ്ങനെയാണല്ലോ, അവരങ്ങനെയാണല്ലോ. ആദ്യം തന്നെ എല്ലാം കൂടി പറയലല്ലോ, എല്ലാം കേട്ടിന്റെ അവസാനം. അപ്പോ ഹൈദരാലി തങ്ങൾ അടക്കമുള്ളവർ ഇങ്ങനെ ഇരിക്കുക, കുറച്ച് ആൾക്കാർ ഇങ്ങനെ തർക്കിക്കുക. കുറെ കണ്ട് കഴിയുമ്പോ മാണിയൂർ ഉസ്താദ് പറയാം അത് തിരക്കണമൊന്നുമില്ല, അല്ലെങ്കിൽ ചെറുവാളൂർ ഉസ്താദ് പറയാം അത് തിരക്കണമൊന്നുമില്ല. അപ്പൊ പിന്നെ ഹൈദരാലി തങ്ങൾ എന്നാ പിന്നെ നമ്മള് മാണിയൂർ ഉസ്താദ് പറഞ്ഞ മാതിരി കണ്ടാക്കല്ലേ, അല്ലെങ്കിൽ ചെറുവാളൂർ ഉസ്താദ് പറഞ്ഞവർ കണ്ടാക്കല്ലേ. അപ്പൊ പിന്നെ എല്ലാവരും അംഗീകരിക്കാം. അപ്പൊ ഞാൻ എന്റെ നിരീക്ഷണത്തില് പുരോഗമനപരമായ ഉസൂല് തെറ്റാത്ത, പ്രമാണങ്ങൾ തെറ്റാത്ത, നമ്മുടെ തനത് പാരമ്പര്യ മൂല്യങ്ങൾ എന്താണോ അതിനെ വയലേറ്റ് ചെയ്യാത്ത ഗുണകരമായ മാറ്റങ്ങൾ മുഴുവനും ഈ സംവിധാനത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ, കാരണം നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊക്കെ പുരോഗമനവാദികളായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവരത് പറയുമ്പോ പിന്നെ ചുരുക്കത്തില് കാലത്തെ ശരിയായിട്ട് അപ്പൊ അന്നൊക്കെ മനസ്സിലാക്കി വെച്ചത് ഈ സൂഫിയാക്കളായിട്ടുള്ള ആൾക്കാര്, കഴമുഴ ഇല്ലാത്ത ആൾക്കാര്, മറ്റു അജണ്ടകളും മുൻവിധികളും ഇല്ലാത്ത ആൾക്കാര്, അള്ളാനെ അല്ലാതെ വേറൊന്നിനും ആരെയും പേടിക്കൂല. ശരിയുടെ കാര്യത്തിൽ ആരാക്ഷേപിച്ചാലും അതൊരു പരിഗണിക്കൂല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഈ സിസ്റ്റത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഈ സിസ്റ്റം ഇങ്ങനെ ബുദ്ധി വന്നത്. അക്കൂട്ടത്തിൽ വളരെ മുന്നിലായിരുന്നു. അസുഖം ബാധിച്ച് കാര്യങ്ങൾക്കൊന്നും വരാൻ പറ്റാതെ ആകുന്നത് വരെ മാണിയൂർ ഉസ്താദ്. സംശയം ഉള്ളവർക്ക് കുറച്ചെങ്കിലും ചെറിയ പ്രസംഗങ്ങളൊക്കെ, ക്ലിപ്പുകളൊക്കെ കിട്ടും. ആദ്യാവസാനം 2 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ ഉള്ള ഒരു പ്രസംഗം മാണിയൂർ ഉസ്താദിന്റെ കേട്ടാൽ മതി. മൊത്തത്തിൽ ഏത് തരം കാഴ്ചപ്പാടാണ്, അള്ളാഹുവിനോട് അങ്ങേയറ്റ തടുപ്പം, അതിലൊന്നും ഒരു വെള്ളം ചേർക്കലും ഇല്ല. ആളുകൾ അവിടെ വന്നിട്ട് തിക്കും തിരക്കും കൂട്ടുന്ന സംഭവം നിങ്ങൾക്ക് നാട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വയ്യാതെ ഇരിക്കുന്ന സമയത്തും ആ വെള്ളത്തിൽ മന്ത്രിക്കാൻ വേണ്ടി മണിക്കൂറുകളാണ് ചെലവാക്കുന്നത്. ഫുഫൂന്നറിയല്ല. ശരിക്കും ഒക്കൂനു മനസ്സാധ്യതയും സിദുക്കിന്റെ നിറകുടങ്ങളായിട്ടുള്ള വലിയ വലിയ ആൾക്കാർ അവരുടെ തണലേറ്റ് വളർന്നൊരു സംവിധാനമാണിത്. ഇത് ഇനി എങ്ങനെയുള്ള സംവിധാനമാണെങ്കിലും നിങ്ങൾ കുട്ടികളും രക്ഷിതാക്കളും മറ്റും നോക്കേണ്ടത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇനി അത് ഒരുപാടുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകൾ പറയാണ്ട് ഇനി ഞാൻ നീട്ടുന്നത് ശരിയല്ല, നിർത്തുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.